കുറച്ച് ദിവസമായി ഭയങ്കര ചുമ. അത് രാത്രി കിടന്നാൽ മാത്രം. രാവിലെ എണീച്ചാലൊന്നുമില്ല. അതുകൊണ്ട് കുറച്ച് ദിവസമായിട്ട് ഉറക്ക് പോയിട്ടുള്ള. അങ്ങനെ ലൂത്തിനെ ഉമ്മാന്റെ അടുത്താക്കിയിട്ട് ഞാൻ അനിയത്തിനെയും കൊണ്ടിട്ട് ഹോസ്പിറ്റലിലേക്ക് പോന്ന. ഇന്നെങ്കിലും ഇത് കാണിച്ച് റെഡിയാക്കണം. എന്നിട്ട് വേണം എനിക്ക് സുഖമായിട്ട് കിടന്നുറങ്ങാൻ. ചുമ വന്നേരെ കാണിക്കണം കാണിക്കണം എന്നിങ്ങനെ വിചാരിക്കും. പിന്നെ ഹോസ്പിറ്റലിൽ പോയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കേണ്ട ആലോചിക്കുമ്പോ വേണ്ടാന്ന് വിചാരിക്കും. അങ്ങനെ കാണിച്ച് അലർജിയോ പോലും മംഗലം കഴിച്ചാൽ എനിക്ക് അലർജി വരാൻ തുടങ്ങി. സാധാരണ നിങ്ങൾ ഫുഡെല്ലാം കഴിച്ചാൽ അലർജി വരും. ഇതിപ്പോ മംഗലം കഴിച്ചാൽ നിങ്ങൾക്ക് അലർജി വന്നേ. അങ്ങനെ തിരിച്ചു വരുമ്പോ ടൗണിൽ നിന്ന് കുറച്ച് ഫ്രൂട്ട്സും വാങ്ങി. പിന്നെ ഉമ്മ പറഞ്ഞു എന്തായാലും ഒരു വൈക്ക് ഇറങ്ങിയതല്ലേ, റേഷൻ പീടികയിലും കൂടി കയറിയിട്ട് അരിയും കൂടി വാങ്ങിക്കും. ഉറങ്ങി നിൽക്കുമ്പോഴത്തേക്ക് എന്നെ കാണാനായിട്ട് ഇവിടെ ഒരാളെ കരിഞ്ഞു കുൽമാലാക്കിയിട്ടുണ്ട്. ആൻഡ് ചായക്കേക്ക് ഇന്ന് ഉമ്മ നൂഡിൽസ് പോളെ സെറ്റ് ആക്കിയിട്ടുണ്ട്. പാച്ചിന്റെ വീട്ടിൽ നിന്ന് ഞാൻ ഫസ്റ്റ് ആയിട്ട് നൂഡിൽസ് പോളെ തിന്നുന്നത്. പിന്നെ നമ്മളതിന്റെ ഫാനായി. ഉണ്ടാക്കാനാണെങ്കിൽ ഈസിയാ, ടേസ്റ്റ് ആണെങ്കിൽ അപാരം. അങ്ങനെ ചായയെല്ലാം കുടിച്ച് കഴിഞ്ഞ് ഡിന്നറിനേക്ക് എന്നിടെ കൊഞ്ചം വെച്ച റോട്ടിയാ. അതിന്റെ മസാലയിൽ ഉച്ചക്കേക്ക് തന്നെ ആക്കി വെച്ചിന്. നിങ്ങളെ നാട്ടിലല്ലേ ഇതിനെന്നാ പറയല്? ഇവിടെ തന്നെ ഇതിന് കൊഞ്ചം വെച്ച റോട്ടി, പുയിങ്ങലോ റോട്ടി, കൊഞ്ചനട, അങ്ങനെ എന്തെല്ലോ പറയലുണ്ട്. നിങ്ങളെ നാട്ടിൽ എന്താ പറയല്? കമന്റ് ബിലോ. അങ്ങനെ അതും വാങ്ങി. നോമ്പല്ലേ വരുന്നത്, വേവിച്ച് വെച്ചാൽ അടിച്ചു കുടിക്കാം. ചില ദിവസം മാത്രം നമ്മളിങ്ങനെ ഡിന്നർ നേരത്തെ ആക്കി വെക്കലുണ്ട്. വേറെ എന്തിനല്ല, നിസ്കാരോത്തെല്ലാം കഴിഞ്ഞാൽ പിന്നെ ഫോണിൽ കളിക്കാൻ, ഫോണിൽ തോണ്ടി കളിച്ചിട്ട് പിന്നെ അങ്ങിരുന്ന് തിന്നാ മതിയല്ലോ. അപ്പൊ ഇന്നത്തെ ദിവസം ഇങ്ങനെ അങ്ങനെയെല്ലാം അങ്ങ് കഴിഞ്ഞു. അൽഹംദുലില്ലാ. അപ്പൊ ഓക്കെ, ബൈ ബൈ.